ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ഒരു പ്രൊമോഷനൊന്നുമല്ല. ഞാൻ പേസ്റ്റിൻ്റെ ഇതൊക്കെ എടുത്തിട്ടാണ് വന്നിക്കണേ, പെട്ടിയൊക്കെ എടുത്തിട്ടാണ് വന്നിക്കണേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പെൻ ഹോൾഡറാണ്. പെന്ന് മാത്രമല്ല, പെൻസിലും എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. ഞാൻ കുറച്ചായി ഉണ്ടാക്കണം വെച്ചിരിക്കുന്നു. അപ്പോൾ പുതിയ പേസ്റ്റ് മേടിച്ചപ്പോൾ പെട്ടി അങ്ങോട്ട് പൊക്കി കൊണ്ടുവന്നു. ആദ്യം തന്നെ നമ്മൾ നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് അതിനൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ്ബോർഡ് കട്ടറാണ് എടുത്തിക്കണത്. അങ്ങനെ ഇനി പെട്ടെന്ന് ചെയ്ത് കഴിയും, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്. അതിൻ്റെ ബാക്കിൽ ഇത് പൊട്ടിയുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും വെക്കുമ്പോൾ പാൻ എന്തെങ്കിലും വെച്ച് പൊന്തിക്കുമ്പോൾ ചിലപ്പോൾ പോരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടാപ്പ് ഒട്ടിച്ചു കൊടുത്താൽ ക്ലിയർ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈസിൽ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്താൽ മതി. A4 ഷീറ്റ് എന്തെങ്കിലും വെച്ച് റാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കളർ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നാണ്. ബട്ട് എനിക്കത് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ആവാത്തതുകൊണ്ട് ഞാനൊരു പുതിയ ട്രിക്കായിട്ട് വന്നു. അപ്പോൾ ഇത് ബ്രെഡാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബ്രെഡിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിച്ചത്. ബട്ട് ബ്രെഡിൻ്റെ ഷേപ്പൊന്നും ആയിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. A4 ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് അതിലെ ഡിസൈൻ എന്തെങ്കിലും ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഇതൊന്ന് ഈ ഒരു ബോക്സ് കവർ ചെയ്യാൻ A4 ഷീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. കവർ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ കവർ ചെയ്യുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് പശയൊക്കെ ആക്കിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് കവറാക്കി കൊടുത്തിട്ടുണ്ട്. അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ടാപ്പും ഇതൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കളർ കൊടുത്തു. നമ്മുടെ ബ്രെഡിന് കളർ എടുത്തപ്പോൾ കുറച്ച് ക്യൂട്ടൊക്കെ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കാണാനൊരു രസം തോന്നി. നേരത്തെ ആ ഷേപ്പ് കണ്ടപ്പോൾ അത്ര രസം തോന്നിയില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡബിൾ ടാപ്പ് കൊണ്ടാണ് ഞാൻ ഇതൊന്ന് അവിടെ ഫിറ്റാക്കി വെച്ച് കൊടുക്കുന്നത്. ഡബിൾ ടാപ്പ് അല്ലെങ്കിൽ പശ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടാപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ രണ്ട് സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക. വലിയ ക്യൂട്ട് പെൻ ഹോൾഡർ റെഡിയായി. ഇനി നിങ്ങൾക്ക് ഈ രണ്ട് സൈഡിൽ വേണമെങ്കിൽ ഒരു ഇതിന് വേണ്ടി നമുക്ക് കവായ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കവായ് സ്റ്റിക്കർ. എനിക്ക് കവായ് സ്റ്റിക്കർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കവായ് സ്റ്റിക്കർ ഇഷ്ടമല്ലാത്ത ആരുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനത്തെ ന്യൂ ഐഡിയ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.